അധികാരത്തിൽ കയറുമ്പോൾ അവർക്ക് തിമിരം ബാധിക്കുന്നുണ്ടോ കണ്ണിന് എന്നുള്ള സംശയമാണ് ഞങ്ങൾക്കുള്ളത്. അതുകൊണ്ട് തന്നെ മരണം വരെ നിരാഹാര സമരം അനുഷ്ഠിക്കാനുള്ള ഒരു തീരുമാനമാണ് നമ്മുടെ റാങ്ക് ഹോൾഡേഴ്സ് ടീം എടുത്തിരിക്കുന്നത്. അപ്പം ഞങ്ങൾ 10 ദിവസം കഴിഞ്ഞ് സർക്കാരിനെ വിശ്വസിച്ചത് കൊണ്ടാണ് തുടർന്നും 15 ദിവസം ഇവിടെ കണ്ടിന്യൂ ചെയ്തതും ആ സമയത്ത് ഒരു പേപ്പർ പോലും ഇതുമായി ബന്ധപ്പെട്ട് മൂവ് ചെയ്തിട്ടില്ല എന്നറിയുകയും ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിലാണ് വീണ്ടും എഡ്യൂക്കേഷൻ മിനിസ്റ്ററെയും CMനെയും ഒന്നുകൂടെ കാണേണ്ടി വന്നത്. വീണ്ടും വാഗ്ദാനങ്ങൾ മാത്രം നൽകുകയും ഉറപ്പ് പറയാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് കടുത്ത നിലപാട് എടുക്കേണ്ടതായിട്ടുണ്ട്. ഒരു ഉറപ്പ് പറയുന്നില്ല, ഫേവറായിട്ട് എന്തെങ്കിലും കാര്യമുണ്ടാകുമോ, അതിനൊരു മറുപടിയില്ല. അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു മറുപടി ഞങ്ങൾക്ക് തരാതെ ഞങ്ങളെ പറ്റിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള രീതിയിലാണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ ഒരു ജീവൻ പൊലിയും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തിൽ കൃത്യമായി ഇവിടെ സമരം നടത്തുന്ന വേളയിൽ ഇവിടെ ഇടപെടുകയും നമ്മുടെ ആവശ്യങ്ങളെല്ലാം ന്യായമാണെന്ന് പറയുകയും ചെയ്ത സർക്കാർ എന്തുകൊണ്ട് ഇപ്പോൾ ഞങ്ങളെ കണ്ടില്ലെന്ന് നടിക്കുന്നു? അധികാരത്തിൽ കയറുന്ന സമയത്ത് ഇവരുടെ വാക്കിന് വിലയില്ല എന്നുള്ളത് പൊതുജനങ്ങളെ മനസ്സിലാക്കും. നമസ്കാരം. LPST റാങ്ക് പട്ടികയിൽ വന്ന ഉദ്യോഗാർത്ഥികളുടെ സമരം ഇന്ന് 25ാം ദിവസം പിന്നിടുകയാണ്. ഇക്കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിലിപ്പോൾ മരണം വരെയുമുള്ള നിരാഹാര സമരം നിലവിലിപ്പോൾ ഈ ഒരു സമരവേദിയിൽ സെക്രട്ടേറിയറ്റിന് മുൻപിൽ ആരംഭിച്ചിരിക്കുകയാണ്. എന്തായാലും മുഖ്യമന്ത്രിയുമായുള്ള ചർച്ച നടന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നലെ എന്താണ് ചർച്ച, എന്തായിരുന്നു, എന്തെങ്കിലും തീരുമാനമായോ? ഇന്നലെ എഡ്യൂക്കേഷൻ മിനിസ്റ്ററെ കണ്ടതിനെ തുടർന്ന് CMനെയും കൂടെ കാണേണ്ടതായിട്ടുണ്ടായിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ നിലപാട് എന്താണ്, ഈ സമരത്തിൽ അദ്ദേഹത്തിൻ്റെ നിലപാട് എന്താണെന്നും കൂടെ അറിയേണ്ടതുണ്ടായിരുന്നു. അദ്ദേഹത്തെ കാണാനായി ചെന്നു. ഒരു 3 മിനിറ്റ് സമയം അദ്ദേഹമായിട്ട് സംവദിക്കാനുള്ള സമയം കിട്ടി. അദ്ദേഹം പറയുന്നത് 2 മാസവും കൂടെ സമയം വേണം, സമരം നിർത്തി പോകണം എന്നുള്ള ആവശ്യമാണ് ഉന്നയിക്കുന്നത്. അപ്പോൾ നമ്മൾ ചോദിച്ചത്, ഇതിനകത്ത് ഞങ്ങൾക്ക് ഫേവറായിട്ട് എന്തെങ്കിലും ഉണ്ടാവുമോ, അല്ലെങ്കിൽ ഇത് പഠിച്ച് ഈ റേഷ്യോ കുറയ്ക്കുക എന്നുള്ളൊരു കാര്യം നടക്കുമോ, അങ്ങനെ എന്തെങ്കിലും ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം എഴുതി തരികയോ അല്ലെങ്കിൽ പറയാൻ അതായത് നമുക്കൊരു വാഗ്ദാനം ഉറപ്പിച്ച് പറയാനായിട്ട് പറ്റുമോ എന്ന് ചോദിച്ച അവസരത്തിൽ അതൊരിക്കലും തരാൻ പറ്റില്ല. നിങ്ങൾക്ക് സർക്കാരിനെ വിശ്വസിക്കാമെങ്കിൽ വിശ്വസിക്കാം, അത്രമാത്രം. അപ്പം ഞങ്ങൾ 10 ദിവസം കഴിഞ്ഞ് സർക്കാരിനെ വിശ്വസിച്ചത് കൊണ്ടാണ് തുടർന്നും 15 ദിവസം ഇവിടെ കണ്ടിന്യൂ ചെയ്തതും തുടർന്ന് അതിന് സമാനമായി തന്നെ ഓഫീസുകളിൽ കയറി ഇറങ്ങി ഇതിൻ്റെ പേപ്പർ വർക്ക് എത്രത്തോളം ആയിട്ടുണ്ട് എന്ന് അന്വേഷിക്കുകയും ആ സമയത്ത് ഒരു പേപ്പർ പോലും ഇതുമായി ബന്ധപ്പെട്ട് മൂവ് ചെയ്തിട്ടില്ല എന്നറിയുകയും ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിലാണ് വീണ്ടും എഡ്യൂക്കേഷൻ മിനിസ്റ്ററെയും CMനെയും ഒന്നുകൂടെ കാണേണ്ടി വന്നത്. വീണ്ടും വാഗ്ദാനങ്ങൾ മാത്രം നൽകുകയും ഉറപ്പ് പറയാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് കടുത്ത നിലപാട് എടുക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മരണം വരെ നിരാഹാര സമരം അനുഷ്ഠിക്കാനുള്ള ഒരു തീരുമാനമാണ് നമ്മുടെ റാങ്ക് ഹോൾഡേഴ്സ് ടീം എടുത്തിരിക്കുന്നത്. മുഖ്യമന്ത്രിയുമായി സംസാരിച്ചപ്പോൾ സമരം നിർത്തണം എന്നുള്ളത് മാത്രമേ ആവശ്യപ്പെട്ടുള്ളൂ. സമരം നിർത്തണം, 2 മാസത്തിനുള്ളിൽ ഞങ്ങളിത് പഠിച്ച് പറയാം, ഒരു ഉറപ്പ് പറയുന്നില്ല. ഫേവറായിട്ട് എന്തെങ്കിലും കാര്യമുണ്ടാകുമോ, അതിനൊരു മറുപടിയില്ല. അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു മറുപടി ഞങ്ങൾക്ക് തരാതെ ഞങ്ങളെ പറ്റിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള രീതിയിലാണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ ഒരു ജീവൻ പൊലിയും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അവർ കഠിനമായ തീരുമാനത്തിലാണ് സമരസമിതി മുന്നോട്ട് പോകുന്നത്. പിന്നെ മുൻ സർക്കാരിന് ഉൾപ്പെടെ ഈ ഒരു വിഷയം അറിയാവുന്നതാണ്. മുൻ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ UDFനടക്കം നിങ്ങളുടെ വിഷയം അറിയാവുന്നതാണ്. പിന്നെ എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു 2 മാസത്തെ ഒരു പഠിക്കാനുള്ള ഒരു സമയം എന്നുള്ളത്? അത് തന്നെയാണ് നമ്മളും ചോദിക്കുന്നത്. കാരണം കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തിൽ കൃത്യമായി ഇവിടെ സമരം നടത്തുന്ന വേളയിൽ ഇവിടെ ഇടപെടുകയും നമ്മുടെ ആവശ്യങ്ങളെല്ലാം ന്യായമാണെന്ന് പറയുകയും ചെയ്ത സർക്കാർ എന്തുകൊണ്ട് ഇപ്പോൾ ഞങ്ങളെ കണ്ടില്ലെന്ന് നടിക്കുന്നു? അധികാരത്തിൽ കയറുമ്പോൾ അവർക്ക് തിമിരം ബാധിക്കുന്നുണ്ടോ കണ്ണിന് എന്നുള്ള സംശയമാണ് ഞങ്ങൾക്കുള്ളത്. എന്തായാലും പ്രതീക്ഷ നഷ്ടപ്പെട്ട സാഹചര്യമാണോ നിലവിലുള്ളത്? ഇല്ല, ഞങ്ങൾ പ്രതീക്ഷ നഷ്ടപ്പെട്ടിട്ടല്ല ഇവിടെ തുടരുന്നത്. തീർച്ചയായിട്ടും ഞങ്ങളുടെ അവകാശങ്ങൾ ന്യായമാണെന്നുള്ള ബോധ്യം ഞങ്ങൾക്കുണ്ട്. തീർച്ചയായിട്ടും ഈ ജോലി എന്നുള്ളത് ഞങ്ങളുടെ അവകാശമാണ്. അതുകൊണ്ട് ഇത് നേടിയെടുത്ത് മാത്രമേ ഞങ്ങളിത് നിർത്തുകയുള്ളൂ. ഉറച്ച തീരുമാനത്തിലാണ്. ഇക്കഴിഞ്ഞ ദിവസം കോഴിക്കോട് നിന്നും മൻസൂർ മാഷ് ഈ വേദിയിൽ വന്നിരുന്നല്ലോ. അദ്ദേഹം നമ്മളോട് പറഞ്ഞൊരു വാക്കാണ്, ഇവിടുത്തെ പല ഉദ്യോഗാർത്ഥികളുടെ ഒരു മാനസിക അവസ്ഥ, അതായത് ആത്മഹത്യയെക്കുറിച്ച് വരെ ചിന്തിച്ച് തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. അറിയില്ല, വേറെ പല മാനസികാവസ്ഥയിൽ കടന്നു പോകുന്ന ആളുകൾ ഉണ്ടാവാം. പക്ഷേ
ഞങ്ങൾ അധ്യാപകരാവേണ്ട ആളുകളാണ്. അങ്ങനെ ഒരു സൂയിസൈഡ് എന്നുള്ളൊരു സാധനം ഒരിക്കലും പൊതുജനങ്ങൾക്ക് അങ്ങനെ ഒരു നിർദ്ദേശമോ അങ്ങനെയുള്ള ഒരു മാർഗമോ അല്ല ഞങ്ങൾ കാണിക്കേണ്ടത്. പൊരുതി നേടാൻ പഠിപ്പിക്കുക കുട്ടികളെ. പൊതുസമൂഹത്തെയും അതേപോലെ ഇങ്ങനൊരു നിർദ്ദേശമാണ് കൊടുക്കുന്നത്. അനീതി കണ്ടാൽ എതിർക്കുകയും പൊരുതി നേടുകയും ചെയ്യണം. വളരെ വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ്. സത്യമായിട്ടും 25 ദിവസമായി നമ്മളവിടെ തുടരാൻ തുടങ്ങിയിട്ട്. അപ്പം അധികാരത്തിൽ കയറുന്ന സമയത്ത് ഇവരുടെ വാക്കിന് വിലയില്ല എന്നുള്ളത് പൊതുജനങ്ങൾ മനസ്സിലാക്കണം. പിന്നെ ഇത്രയും അധികം ഉദ്യോഗാർത്ഥികളുണ്ട്, എങ്ങനെയാണ് ഇവിടെ താമസവും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? അല്ല, അതൊക്കെ വളരെ പരിതാപകരമാണ്. പക്ഷെ നമുക്ക് ഇവിടെ തുടർന്നേ പറ്റൂ, അതിജീവിച്ചേ പറ്റൂ. പ്രതിസന്ധികൾ ഉണ്ടാവും, മറികടന്നേ പറ്റൂ. ഓക്കെ, എന്തായാലും വളർമതി വളരെ വികാരപരമായാണ് നമ്മളോട് പ്രതികരിച്ചിരിക്കുന്നത്. അതായത് ഇന്ന് നിരാഹാര സമരം ആരംഭിച്ചിരിക്കുന്നു. മരണം വരെയും നിരാഹാര സത്യാഗ്രഹ സമരം നടത്തുമെന്നാണ് ഈ സമര നേതാവായ ഉദ്യോഗാർത്ഥിയായ വളർമതി നമ്മളോട് പ്രതികരിച്ചിരിക്കുന്നത്. ഇക്കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയായും അതുകൂടാതെ വിദ്യാഭ്യാസ മന്ത്രിയുമായും ചർച്ച നടത്തിയിരുന്ന ആ ചർച്ചയിൽ ഒരേ ഒരു ആവശ്യമാണ് അവർ ഉന്നയിച്ചിരിക്കുന്നത്. അതായത് ഈ ഒരു സമരം എങ്ങനെയെങ്കിലും ഇവർ നിർത്തിപ്പോകണം. മുഖ്യമന്ത്രിയുടെ അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഈ ഒരു വാക്കിൽ വിശ്വാസമില്ലേ എന്നുള്ള ചോദ്യവുമാണ് ഉയർത്തിയിരിക്കുന്നത്. അതായത് ഈ സമരം എങ്ങനെയെങ്കിലും നിർത്തിപ്പോകണം, അല്ലാതെ ഇവരുടെ വിഷയം പരിഹരിക്കുന്നതിൽ യാതൊരുവിധ നടപടിയോ അല്ലെങ്കിൽ വാക്കോ മുഖ്യമന്ത്രിയോ സർക്കാരോ ഇതുവരെയും സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് നിലവിലിപ്പോൾ വ്യക്തമാക്കാൻ സാധിക്കുന്നത്. ഈ 25-ാം ദിവസം ഈ സമരം പിന്നിടുന്ന വേളയിൽ പ്രതിഷേധം കടുപ്പിക്കാൻ തന്നെയാണ് ഉദ്യോഗാർത്ഥികളുടെ തീരുമാനം. നിലവിൽ നിരവധി ഉദ്യോഗാർത്ഥികളുടെ സ്വപ്നമാണ് പാതി വഴിയിൽ ഇപ്പോൾ നിലച്ച സാഹചര്യത്തിൽ ഉള്ളത്. പലരുടെയും അവസാന പരീക്ഷയാണ്. ഇക്കഴിഞ്ഞ ദിവസം കോഴിക്കോട് നിന്നും വന്ന PSC പരിശീലകനായ മൻസൂർ മാഷ് നമ്മളോട് കാര്യം വ്യക്തമാക്കിയിരുന്നു. അതായത് പല ഉദ്യോഗാർത്ഥികളുടെയും മാനസികാവസ്ഥ വളരെ മോശമാണ്. പലരും ആത്മഹത്യയെക്കുറിച്ചടക്കം ചിന്തിക്കുന്നു. കാരണം ഇവർ ഏറ്റവും അവസാനമായി കണ്ടെത്തിയ ഒരു ജോലിയാണ്, അല്ലെങ്കിൽ ജീവിത ലക്ഷ്യം, ജീവിത സ്വപ്നമായിരുന്നു ഈ ഒരു അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക എന്നുള്ള ഒരു ജോലി. ആ ജോലി ഇപ്പോൾ നഷ്ടപ്പെടും അല്ലെങ്കിൽ ലഭിക്കില്ല എന്നുള്ള സാഹചര്യത്തിലേക്കടക്കം എത്തിച്ചേർന്നിരിക്കുന്നു. ഇവിടെ പ്രതിഷേധം കടുപ്പിക്കാൻ തന്നെയാണ് നിലവിലിപ്പോൾ LP-ST റാങ്ക് പട്ടികയിൽ വന്ന ഉദ്യോഗാർത്ഥികളുടെ തീരുമാനം. സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഒരനുകൂല നിലപാടും സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്കിപ്പോൾ വ്യക്തമാക്കാൻ സാധിക്കുന്നത്. ക്യാമറമാൻ ആഷിക്കിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.